സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു ബെല്ലൈക്കൺ വരും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിക്കീസ് ടിപ്സ് ആൻഡ് ടോക്സ്. ഫ്ലാക്സ് സീഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് മുടി വളർത്തിയിരിക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് ഇത്. ഞാൻ ഈ സെയിം ഫ്ലാക്സ് സീഡ് വെച്ചിട്ട് ഒരു യങ് യൂത്ത്ഫുൾ ആൻഡ് ഗ്ലോയിങ് സ്കിൻ എങ്ങനെ കിട്ടാം എന്നുള്ളൊരു വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഫ്ലാക്സ് സീഡ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഫ്ലാക്സ് സീഡിൻ്റെ മലയാളത്തിൽ പറയാം ചണവിത്ത് എന്നാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഈസിലി അവൈലബിൾ ഒന്നും അല്ല. നല്ല നല്ല ഹൈപ്പർ മാർക്കറ്റിലും ലുലുവിലും ബിഗ് ബസാറിലും ഒക്കെ ഇത് കിട്ടും. ഇനി നിങ്ങൾക്ക് അവിടെ നിന്നൊന്നും വാങ്ങാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാം. ഞാനിത് വാങ്ങിയത് ഇവിടെ ബാംഗ്ലൂർ ഒരു ഷോപ്പിൽ നിന്നാണ്. ഈ ഫ്ലാക്സ് സീഡ് ഇങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് നമുക്ക് പോയ സ്ഥലത്തുണ്ടല്ലോ മുടി പുതിയതായിട്ട് കിളിർക്കാനും നല്ലതാണ്. പിന്നെ നമ്മളുടെ ഹെയർ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിപ്പയർ ചെയ്യും. ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യും. ഇതിനൊക്കെ നല്ലതാണ്. അപ്പോൾ പിന്നെ ഇതിൽ ചേർത്തിരിക്കുന്ന വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. അതില്ലാതെയും ഫ്ലാക്സ് സീഡ് മാത്രം നമുക്ക് അപ്ലൈ ചെയ്താലും നല്ല റിസൾട്ട് ഉണ്ടാവും. പിന്നെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെയും ഗുണം കിട്ടും. നല്ലോണം ഹെയറിനെ നറിഷ് ചെയ്യാനും മുടി പൊട്ടി പോകുന്ന പ്രോബ്ലം ഉണ്ടെങ്കിൽ എല്ലാം മാറ്റാനൊക്കെ വൈറ്റമിൻ ഇ നല്ലതാണ്. പിന്നെ ഫ്ലാക്സ് സീഡ് മാത്രമായിട്ട് എനിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഡ്രൈ ആയ പോലെ തോന്നി. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടല്ല കേട്ടോ, അപ്ലൈ ചെയ്ത ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയ പോലെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ വൈറ്റമിൻ ഇ ഓയിലും ചേർത്തത്. സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് സർക്കുലർ മോഷനിൽ നമ്മളുടെ ഫിംഗർ ടിപ്സ് കൊണ്ട്, വിരലിൻ്റെ അറ്റം കൊണ്ട് വേണം നന്നായിട്ട് മസാജ് ചെയ്യാൻ. നന്നായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വന്നത് ഹെയറിലും അപ്ലൈ ചെയ്യാം. നല്ലൊരു കണ്ടീഷനിങ് ആണ് കേട്ടോ നമുക്ക് ഹെയറിന് കിട്ടുക. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കണ്ടീഷനിങ് കിട്ടും. പിന്നെ ഇത് നമ്മൾ തേച്ച ദിവസം ഷാമ്പൂവും കണ്ടീഷണറും യൂസ് ചെയ്യരുത്. ഞാൻ യൂസ് ചെയ്യാറില്ല, നെക്സ്റ്റ് ഡേ ആണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അപ്ലൈ ചെയ്ത ദിവസം അത് ചുമ്മാ വെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയുക. എന്നിട്ട് അടുത്ത ദിവസം നമുക്ക് ഷാമ്പൂവും കണ്ടീഷണറും ഉപയോഗിക്കാം. ഇത് തേച്ച് കഴിഞ്ഞിട്ട് 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വാഷ് ചെയ്ത് കളയേണ്ടത്. ഫ്ലാക്സ് സീഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ഗുണം കൂടി ഉണ്ട് കേട്ടോ. അത് മുടി വളരാൻ മാത്രമല്ല, ഇത് അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വാഷ് വരെ മുടി നല്ല സ്മൂത്ത് ആൻഡ് ഷൈനിങ് ആയിട്ട് കിടക്കുന്നത് കാണാം. ഫ്ലാക്സ് സീഡിനെ പറ്റി മുമ്പ് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ 1-2 പേര് വന്ന് ചോദിക്കുന്നുണ്ടായി, അത് എത്ര രൂപയാണ്, എക്സ്പെൻസീവ് ആണോ, എവിടെ നിന്നാണ് വാങ്ങിയതെന്നൊക്കെ. ഞാനിവിടെ ബാംഗ്ലൂർ ബിഗ് ബസാറിൽ നിന്നാണ് വാങ്ങിയത്. 24 മന്ത്ര എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെയാണ് ഞാൻ വാങ്ങിയത്. അത് 200 ഗ്രാമിൻ്റെ പാക്കറ്റായിരുന്നു. 60 രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത്.
ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയാണ് കേട്ടോ. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.